ഹലോ, ഞാൻ ഷൈനി. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പുതിയ ഹിമാലയനുമായിട്ടാണ്. ഇപ്പം പുതിയതല്ല, ഇപ്പം ഏകദേശം കുറച്ച് മാസങ്ങളായി ഇതിപ്പോൾ ഇറങ്ങിയിട്ട്. ഞാൻ ഇതിന് മുന്നേ ഗോവയിൽ നിന്ന് ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു റിവ്യൂ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് ആ ഫസ്റ്റ് ഫീലിംഗ് എന്താണ് എന്നുള്ളത് മാത്രം നോക്കിയിട്ടാണ് ഇട്ടത്. പക്ഷേ ഇപ്പം ഞാനതൊന്ന് ഡീറ്റെയിൽഡായിട്ട് വണ്ടി ഓടിച്ചിട്ട് ഞാനൊരു റിവ്യൂ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസമായിട്ട് ആക്ച്വലി ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ ഉള്ളൊരു എൻ്റെ ഫീലിംഗ് എനിക്കൊങ്ങനെ പറയണമെന്നറിയത്തില്ല. സത്യമായിട്ട് ഞാൻ മനസ്സിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാനൊരിക്കലും ഒരു വണ്ടിയുടെ പാർട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വണ്ടീൻ്റെ ബാക്കി ഡീറ്റെയിൽഡ് ഒന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല. എനിക്കിത്രയും ഒരു വണ്ടിയെക്കുറിച്ച് പറയാനറിയാവൂ, നമുക്കതെങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കംഫർട്ട്, അത് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് തുടങ്ങാം, ഇതിൻ്റെ സീറ്റിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ റൈഡിങ് സീറ്റ് ഭയങ്കര കംഫർട്ടാണ് എനിക്ക്. കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സീറ്റാണ്. പക്ഷേ ഈ ഒരു ഹൈറ്റ് എനിക്ക് ഓക്കെയാണ്. ഈ ഹൈറ്റിൽ മീൻസ് എൻ്റെ കാല് സത്യം പറഞ്ഞാൽ എൻ്റെ പെരുവിരലിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് തറയിൽ ഊന്നാൻ പറ്റുന്നത്. പക്ഷേ എങ്കിലും എനിക്കത് കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പില്ലിയൻ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അതൊന്ന് നന്നാക്കണമെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. കാരണം കൂടുതൽ ഇപ്പോഴുള്ള എൻ്റെ ഒരു ലോങ് റൈഡൊക്കെ എന്ന് പറയുന്നത് ഞാനും മകനുമായിട്ട് ചേർന്നാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇച്ചിരി മെലിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ ഒരു കട്ടി എന്നുള്ളത് എനിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് എൻ്റെ ബാക്ക് സീറ്റിനെ കുറിച്ച്. പക്ഷേ പലരും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും പില്ലിയൻ സീറ്റ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇത് ഓടിക്കുന്നവർ തന്നെ പലരും അതിനെക്കുറിച്ച് നല്ല പോസിറ്റീവ് അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ അവരൊക്കെ മീൻസ് അടുത്തുള്ള യാത്രയാണ്, ഞാനൊരു ലോങ് റൈഡ് പോകുമ്പോഴുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ സ്റ്റെബിലിറ്റി, അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, രക്ഷയില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എൻ്റെ നാട്ടുകാർ ചിലപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് അറിയത്തില്ല. കാരണം എൻ്റെ വീട്ടിലോട്ട് പോകുന്ന അവിടെ ഒരു കുളമുണ്ട്, കുളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് നല്ല ഓഫ് റോഡുണ്ട്. അപ്പോൾ ഞാനെന്നും ഈ ഓഫ് റോഡിൻ്റെ അവിടെ എത്തുമ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്ന് എണീറ്റ് നിന്നാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഇപ്പോൾ നമുക്ക് എണീറ്റ് നിന്നായിരുന്നാലും നല്ല രീതിയിൽ അത് കംഫർട്ടായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഈ വണ്ടിയിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഇട്ട ആദ്യത്തെ ആ ഒരു ടൈമിൽ എനിക്കെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം വണ്ടി കുറച്ച് മൂവ് ചെയ്യുന്നത് കുറച്ച് സ്ലോലിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു തേർഡ് ഗിയർ ഇടുന്ന ഒരു സമയത്ത് വണ്ടി നമുക്ക് തോന്നുന്നത് വണ്ടി ഞാൻ ചിലപ്പോൾ നിർത്താൻ പറഞ്ഞാലും വണ്ടി വലിച്ചുകൊണ്ട് പോകുമ്പോഴുള്ളൊരു ഫീലുണ്ട്. നല്ല രീതിയിൽ മൂന്നാമത്തെ ഗിയർ മുതൽ ഇതിന് ഒരു ആ ഒരു പവർ എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് നല്ല രീതിയിൽ കൈ കൊടുത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കേരള റോഡിൽ അത് പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 60-ന് മേളിൽ പോയി കഴിഞ്ഞാൽ കേരള റോഡിന് തീർച്ചയായിട്ടും പെറ്റി കിട്ടും. അതുകൊണ്ട് തമിഴ്നാട് റോഡുകളിൽ വേണമെങ്കിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാനിപ്പോൾ അതാ ചെയ്യുന്നത് സ്ഥിരം. പിന്നെ ഇതിൻ്റെ മോണോഷോക്ക് എന്ന് പറയുന്നത് നമുക്ക് നല്ല അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. അത് ഞാൻ കൂടുതൽ അങ്ങനെയുള്ള വണ്ടികളാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം നമുക്ക് ലോങ് റൈഡിന് പോകുമ്പോൾ കൂടുതലും ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തുള്ള വണ്ടികൾ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ബ്രേക്കിംഗ് രക്ഷയില്ല. നമുക്ക് എവിടെയാണോ മീൻസ് ഞാൻ കൂടുതലും ഗിയറിലാണ് വണ്ടി നിർത്താൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഈ വണ്ടി വന്നതിന് ശേഷം ഞാനിപ്പോൾ പതിയെ കാലിൻ്റെ ബ്രേക്ക് ചവിട്ടാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഞാൻ കാലിലെ ബ്രേക്ക് വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. ഓഫ് റോഡുകളിലും അതുപോലെ ഇറക്കത്തിൽ മാത്രമാണ് ഞാൻ കാലിലെ ബ്രേക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതലും ഞാൻ ഗിയർ ബ്രേക്കായിരുന്നു. ഇപ്പോൾ ഞാനിത് മൂന്നും മിക്സ് ചെയ്ത് ഈ ഒരു വണ്ടി വന്നതിന് ശേഷം യൂസ് ചെയ്യാൻ തുടങ്ങി. ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. കാരണം ആദ്യത്തെ ഹിമാലയൻ്റെ ഫസ്റ്റ് ഓണർ ഞാനാണ്. ഇപ്പോഴത്തെ ഈ വണ്ടി എൻ്റെ അടുത്ത് പലരും എടുക്കണുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതുള്ളത് കൊണ്ട് ഇനിയൊരു വണ്ടീൻ്റെ എടുപ്പിനോട് എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ രക്ഷയില്ല. ഞാനിപ്പം പബ്ലിക്കിൽ ഞാനിത് എല്ലാ ദിവസവും വൈകുന്നേരം ഈ വണ്ടിയുമായിട്ട് ജസ്റ്റ് ചായക്കടയിലൊക്കെ പോകുമ്പോൾ ഒത്തിരി പേര് വന്ന് ചോദിക്കും, വണ്ടി എങ്ങനെയുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ ചോദിച്ച് പലരും വരാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്നവർ അവർ തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ട് വണ്ടി നല്ലതാണ്, വണ്ടി ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഡെയിലി യൂസിനായിരുന്നാൽ പോലും അല്ലെങ്കിൽ ഒരു ലോങ് റൈഡിനായിരുന്നാൽ പോലും നമുക്ക് ഈ വണ്ടി വളരെ യൂസാണ്. എനിക്കത് നല്ല രീതിയിൽ ഫീൽ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ എനിക്ക് ഈ വണ്ടി ഞാൻ
വളയ്ക്കുന്ന സമയത്ത് നിന്നിട്ടാണ് വളയ്ക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഹൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരാറുണ്ട്. കാരണം ഹൈറ്റ് കുറച്ച് കൂടുതലായിട്ട് ഫ്രണ്ട് ഉള്ളതുകൊണ്ടും പറ്റും, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വളയ്ക്കാൻ പറ്റുന്ന ഒരു പിന്നെ അത്രയും ഒരു എന്താ പറയാനാ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ളൊരു വണ്ടിയുണ്ട്, സ്ക്രാം 411. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് സ്പിറ്റി പോയ സമയത്ത് ഞാൻ മോനുമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ പഴയ ഹിമാലയനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ് ഈ വണ്ടി വളയ്ക്കാനെന്ന്. പക്ഷേ അതേ ഫീച്ചേഴ്സ് ഇതിലുണ്ട്, നമുക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ കുറേ വണ്ടി എനിക്ക് തോന്നുന്നു ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് ആദ്യം പോയത് തന്നെ ഇപ്പോൾ മൂന്നാർ, നമ്മുടെ മുടിപ്പാറ, മാമലക്കണ്ടം, ഭൂതത്താൻകെട്ട്, ഇഞ്ചത്തൊട്ടി ഈ ഒരു സൈഡിൽ പോയിട്ട് ഞാൻ നേരെ പോയത് തേക്കടി, കമ്പം, തേനി, പിന്നെ ട്രിവാൻഡ്രം, വർക്കല ഈ ഒരു സൈഡിലോട്ടാണ് ആ ഒരു 5-6 ദിവസത്തെ റൈഡ്. അപ്പം എനിക്ക് ഇത്രയും ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് യാതൊരുവിധ എന്താ പറയുക പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. വണ്ടി ഭയങ്കര കംഫർട്ട്. അപ്പോൾ ഇനി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, തിരിഞ്ഞൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എടുക്കാൻ വില്ലിങ് ആണോ തീർച്ചയായിട്ടും വണ്ടി ഓടിച്ച് നോക്കുക, വണ്ടി എടുക്കുക.